സ്വാമി സൂര്യ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം all subscribers to Swami Surya channel. Today's video will be as usual a bilingual in English and Malayalam. ഇന്നത്തെ വീഡിയോ പതിവ് പോലെ ഇംഗ്ലീഷിലും മലയാളത്തിലും ആയിരിക്കും. So today's video is about married woman to get a happy married life. ഇന്നത്തെ വീഡിയോ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഒരു നല്ല കുടുംബജീവിതം ലഭിക്കുവാനുള്ള ഒരു പ്രാർത്ഥനയാണ്. വീഡിയോ തുടങ്ങാം. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് അവർ മംഗലസൂത്രം ധരിച്ചിട്ടുണ്ടാവും. The married woman will be wearing the മംഗലസൂത്ര. അതിനെ തൊട്ടുകൊണ്ടുള്ള ഒരു മന്ത്രം ജപിക്കണം. അതായത് മംഗലസൂത്രത്തിനെ വലതു കൈവിരലുകൾ കൊണ്ട് തൊട്ട് അതിലേക്ക് മഹാലക്ഷ്മി ചൈതന്യത്തെ നമുക്ക് ആവാഹനം ചെയ്യണം. അതിന് ആദ്യം ശ്രീ സൂക്തം എന്ന മഹാലക്ഷ്മി ദേവിയുടെ ഒരു വേദമന്ത്രമുണ്ട്. അതിൽ നിന്നും ആദ്യത്തെ വരി പറഞ്ഞുകൊണ്ട് താലിയിലേക്ക് മഹാലക്ഷ്മി ചൈതന്യത്തെ ആവാഹനം ചെയ്യണം. ആ മന്ത്രം ഇപ്പോൾ പറയാം. ഹിരണ്യവർണാം ഹരിണീം സുവർണരജതശ്രജാം ചന്ദ്രാം ഹിരൺമയീം ലക്ഷ്മീം ജാതവേദോ മഹാവഹ. Please chant this mantra. Touch your Mangala Sutra and invoke the Mahalakshmi's Chaitanya energy into your Mangala Sutra. നിങ്ങളുടെ മംഗലസൂത്രത്തെ വലതു കൈവിരകൾ കൊണ്ട് തൊട്ടുകൊണ്ട് ദേവി ചൈതന്യത്തെ അതിലേക്ക് ആവാഹനം ചെയ്യാം. ആവാഹനം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അസ്മിൻ മംഗലസൂത്രേ മംഗല്യദേവത മഹാലക്ഷ്മീ ദേവീം ധ്യായാമി ആവാഹയാമി. By telling this, you have to invoke, you have to attract the Mahalakshmi Chaitanya into your Mangala Sutra. ഇത് കഴിഞ്ഞതും ദേവിയുടെ ചില ദിവ്യനാമങ്ങൾ ജപിക്കണം. ആ 2-3 നാമങ്ങൾ ഞാനിതിൽ പറയാം. പത്മപ്രിയേ പത്മിനി പത്മഹസ്തേ പത്മാലയേ പത്മദളായദാക്ഷി വിശ്വപ്രിയേ വിഷ്ണുമനോനുകൂലേ ത്വത്പാദപത്മം മയി സന്നിധസ്വാം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണുപത്നേ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സരസിജനിലയേ സരോജഹസ്തേ ധവളതരാം ശുഗന്ധമാല്യശോഭേ ഭഗവതി ഹരിവല്ലഭേ മനോജ്ഞേ ത്രിഭുവനബോധികരീ പ്രസീദ മഹ്യം. യാസാ പത്മാസനസ്ഥാ വിപുലകടിതടീ പത്മപത്രാജദാക്ഷീ ഗംഭീരാവർത്തനാഭീ സ്തനഭരനമിതാ ശുഭ്രവസ്ത്രോത്തരീയാ ലക്ഷ്മീർദിവ്യൈകജേന്ദ്രൈ മണിഗണഗജിതൈ സ്നാപിതാ ഹേമകുംഭൈ നിത്യം സാ പത്മഹസ്താ മമ വസതു ഗൃഹേ സർവമാംഗല്യയുക്താം. ലക്ഷ്മീം ക്ഷീരസമുദ്രരാജതനയാം ശ്രീരംഗദാമീശ്വരീ ദാസീഭൂതസമസ്തലോകവനിതാം ലോകൈകദീപാങ്കുരാം ശ്രീമന്മന്ദകടാക്ഷലബ്ധവിഭവബ്രഹ്മേന്ദ്രഗംഗാധരാം ത്വാം ത്രൈലോക്യകുടുംബിനീം സരസിജാം വന്ദേ മുകുന്ദപ്രിയാം. ഈ മന്ത്രങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്ത് ഇത് പറഞ്ഞ ശേഷം ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കണം. After chanting all these mantras, we have to make the request to Mahalakshmi Devi. That request now, that prarthana prayer, now I will tell.
എന്താ വെച്ചാൽ ചിലവർക്ക് ഭർത്താവുമായി പിണങ്ങിയിരിക്കുന്ന സ്ത്രീകളുണ്ടാകും. അവരുടെ ആ പിണക്കമെല്ലാം തീർന്ന് ഭർത്താവിൻ്റെ സ്നേഹവും വാത്സല്യവും പരിപൂർണമായി ലഭിക്കും. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ മന്ത്രം. എനിക്ക് ദീർഘസുമംഗലി യോഗം ലഭിക്കുവാനും ഭർത്താവിൽ നിന്നും പരിപൂർണമായ സ്നേഹവും വാത്സല്യവും ലഭിക്കുവാനും എനിക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും ധനധാന്യ സമൃദ്ധിയുമുള്ള ഒരു കുടുംബജീവിതം ലഭിക്കുവാനും മഹാലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിച്ചാലും. I pray to Mahalakshmi Devi to give me Dirgha Sumangali Yoga, bless me to get the fullest love and affection from my husband and to get a peaceful, prosperous family life. This should be the prayer. ഇതിനെ ഒരു അഫർമേഷനായും പറയാം. ദിസ് ക്യാൻ ബി മെയ്ഡ് ആസ് എൻ അഫർമേഷൻ. എനിക്ക് ദീർഘസുമംഗലി യോഗമുണ്ട്. എൻ്റെ ഭർത്താവിൽ നിന്നും എനിക്ക് പരിപൂർണമായ സ്നേഹവും വാത്സല്യവും ലഭിക്കുന്നുണ്ട്. എൻ്റെ കുടുംബജീവിതം ശാന്തിയും സമാധാനവും ധനധാന്യ സമൃദ്ധിയും ഉള്ളതാണ്. ദി അഫർമേഷൻ ഈസ് ലൈക്ക് ദിസ്. I have got Dirgha Sumangali Yoga. I am getting the fullest love and affection from my husband and my family life is peaceful and prosperous. അപ്പം ഇങ്ങനെ ഈ വീഡിയോ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾക്ക് നല്ലൊരു കുടുംബജീവിതം ലഭിക്കുവാൻ വേണ്ടിയാണ്. നല്ല ഭർത്താവിൽ നിന്നും സ്നേഹവും വിശ്വാസവും വാത്സല്യവും ലഭിക്കുവാനാണ്. ഇതിനെ നിങ്ങൾക്കറിയുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മൈ റിക്വസ്റ്റ് ഈസ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു ഓൾ യുവർ നോൺ ladies, those who are married, so that they also get a decent family life. Those who are not subscribed to this video, please subscribe and share to all your friends and relatives. Thank you all. Thank you all.